CSKയെ തകർത്തെറിഞ്ഞ LSG. CSKയെ തോൽപ്പിച്ചത് 8 വിക്കറ്റാണ്. അതും CSKയ്ക്കെതിരെ വളരെ ആധികാരികമായ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ CSKയുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തന്നെ പിഴച്ചു. രജിൻ രവീന്ദ്രയെ ഗോൾഡൻ ഡക്കാക്കി മടക്കി മോഷിൻ ഖാൻ CSKയ്ക്ക് ആദ്യ പ്രഹരം നൽകി. ക്യാപ്റ്റൻ ഗെയ്ക്വാഡിനും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നേടിയത് വെറും 17 റൺസ്. അജിങ്ക്യ രഹാനെ 24 ബോളിൽ നിന്ന് 36 റൺസ് നേടിയാണ് മടങ്ങിയത്. ഹാഫ് സെഞ്ചുറി നേടിയ രവീന്ദ്ര ജഡേജയാണ് CSKയുടെ ടോപ്പ് സ്കോററായത്. നേടിയത് 40 ബോളിൽ നിന്ന് 57 റൺസ്. മോയിൻ അലി 30 റൺസ്. പിന്നീടെത്തിയ MS ധോണി നല്ല അടിപൊളി ഒരു ക്യാമിയോ ഇന്നിംഗ്സും 9 ബോളിൽ നിന്ന് 3 ഫോറും 2 സിക്സറും ഉൾപ്പെടെ നേടിയത് 28 റൺസ്. ചെന്നൈയുടെ ടീം സ്കോർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 176. LSGക്ക് വേണ്ടി കൃണാൽ പാണ്ഡ്യ 2 വിക്കറ്റ് നേടിയപ്പോൾ മോഷിൻ ഖാൻ, യാഷ് താക്കൂർ, രവി ബിഷ്ണോയി, മാർക്കസ് സ്റ്റോയിനസ് ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ LSGയുടെ ആബ്സല്യൂട്ട്ലി ബാറ്റിംഗ് ഡോമിനേഷനായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. KL രാഹുലും ഡി കോക്കും ചേർന്ന് 134 റൺസിൻ്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ്. 43 ബോളിൽ നിന്ന് 54 റൺസ് നേടി ഡി കോക്ക് പുറത്താകുമ്പോൾ LSGയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിംഗ്സ് ആയിരുന്നു KL രാഹുലിൻ്റേത്. 53 ബോളിൽ നിന്ന് നേടിയത് 82 റൺസ്. അതിൽ ജഡേജയുടെ ഒരു അവിശ്വസനീയ ക്യാച്ചിലൂടെ 14 KL രാഹുലിനെ പുറത്താക്കുന്നത്. പിന്നീടെത്തിയ നിക്കോളാസ് പുരാൻ 12 ബോളിൽ നിന്ന് 23 റൺസ് നേടി കളി ഫിനിഷ് ചെയ്തു. 19 ഓവറിൽ ടീം സ്കോർ 182. LSGക്ക് 8 വിക്കറ്റ് ജയം. CSKയ്ക്ക് വേണ്ടി മുസ്തഫിസർ റഹ്മാൻ, മദീഷ പതിരാണ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി.